നമസ്തേ. ദില്ലിയെ യുദ്ധക്കളമാക്കാനുള്ള ഗൂഢനീക്കമായിരുന്നു ഇത്. ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പ്രതിഷേധം അക്രമത്തിലേക്ക് വഴിമാറിയത്? പാർലമെന്റ് മാർച്ചിന്റെ മറവിൽ നടന്നത് വിദ്യാർത്ഥി സമരമോ അതോ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കലാപമാണോ? ഖാലിസ്ഥാൻ വിഘടനവാദികളും തീവ്ര ഇടതു സംഘടനകളും സാമൂഹ്യ വിരുദ്ധ ശക്തികളും സമരത്തിലേക്ക് കടന്നുകയറിയെന്ന ആരോപണങ്ങൾക്കിടെ രാജ്യതലസ്ഥാനമായ ദില്ലി മണിക്കൂറുകളോളം സംഘർഷ ഭൂമിയായി മാറി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് വിശദമായി നോക്കാം. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടും നേപ്പാൾ മോഡൽ കലാപ നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പാറ്റ പാർട്ടി. ഇന്നലെ പാർലമെന്റ് മാർച്ചിന്റെ മറവിൽ അഴിച്ചുവിട്ടത് അവർ വ്യാപക അക്രമമായിരുന്നു. എന്നാൽ ദുരൂഹത ഉയർത്തിയത് മറ്റൊന്നാണ്. ഖാലിസ്ഥാൻ വിഘടനവാദികളുടെയും തീവ്രവാദ സ്വഭാവ സംഘടനകളുടെയും തീവ്ര ഇടതു സംഘടനകളുടെയും സാന്നിധ്യം. യുവാക്കളെ സമരത്തിനെത്തിക്കാൻ പ്രത്യേക ഫണ്ടിങ്. ദില്ലിയെ യുദ്ധക്കളമാക്കാൻ ലക്ഷ്യമിട്ടുള്ള കലാപ നീക്കം പൊളിഞ്ഞതോടെ പോലീസിന് നേരെ അക്രമം അഴിച്ചുവിട്ടു. പോലീസ് വാഹനങ്ങൾ തകർത്തു. കുരുമുളക് സ്പ്രേ പ്രയോഗവും കല്ലേറും ചെരുപ്പേറും തുടങ്ങി അങ്ങനെ ഒരുപാട് അക്രമങ്ങൾ. എന്നിട്ട് പേരോ സമാധാനപരമായ അക്രമം അല്ലെങ്കിൽ മാർച്ച്. അക്രമത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. അക്രമം അതിരുവിട്ടപ്പോൾ സമരപ്പന്തലടക്കം പൊളിച്ചുമാറ്റി പോലീസ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ തീവ്ര വിഘടനവാദ സംഘടനാ സാന്നിധ്യം ദുരൂഹത ഉയർത്തുന്നുണ്ടല്ലോ. ഖാലിസ്ഥാൻ വിഘടനവാദികൾ, തീവ്ര ഇടതു സംഘടനകൾ തുടങ്ങിയവരുടെ പിന്തുണയോടെയായിരുന്നു അക്രമ സമരമെന്നാണ് പുറത്തുവരുന്ന വിവരം. ദേശീയ പതാകയുമായി നേപ്പാൾ മോഡൽ കലാപം എന്നാക്രോശിച്ചാണ് ആക്രമം അഴിച്ചുവിട്ടത്. ഭീം ആർമി പാർട്ടി നേതാവ് ചന്ദ്രശേഖർ, നിരന്തരം രാജ്യവിരുദ്ധ പരാമർശം നടത്തുന്ന നടൻ പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ളവരുടെ സമരപ്പന്തലിലെ സാന്നിധ്യവും ദുരൂഹത ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ സമരം പൂർണ്ണമായി അക്രമത്തിലേക്ക് നീങ്ങിയത് CPM ദേശീയ നേതാക്കളായ MA ബേബി, വൃന്ദ കാരാട്ട് എന്നിവർ സമരപ്പന്തലിലേക്ക് എത്തിയ ശേഷമാണ്. ജമ്മു കാശ്മീർ, ഖാലിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ടായ അക്രമങ്ങൾക്കും കലാപങ്ങൾക്കും സമാനമായ രീതിയിലായിരുന്നു ഇന്നലെ നടന്ന അക്രമം. മാത്രമല്ല, യുവാക്കളെ കൂട്ടമായി സമരത്തിലേക്ക് എത്തിക്കാനുള്ള ചെലവ് പ്രത്യേക സംഘങ്ങൾ വഴി നൽകിയിട്ടുണ്ടെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇത് CJP സമരത്തിന് വിദേശ സഹായമടക്കം ലഭ്യമാകുന്നു എന്ന ആരോപണത്തെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി മുതൽ എത്തിയ അക്രമി സംഘങ്ങൾ സമരപ്പന്തലുള്ള ജന്തർ മന്ദറിലേക്ക് എത്താതെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തമ്പടിക്കുകയായിരുന്നു. ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് ജന്തർ മന്ദറിൽ നിന്ന് ഒരു വിഭാഗം പാർലമെന്റിലേക്ക് മാർച്ച് ആരംഭിച്ചത്. നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ പ്രതിഷേധ മാർച്ച് കേരള ഹൌസിന് സമീപം പോലീസ് തടഞ്ഞു. പിന്നാലെ മരങ്ങളിലും വാഹനങ്ങൾക്ക് മുകളിലും തമ്പടിച്ച അക്രമികൾ ചുടുകട്ടകളും കല്ലും പോലീസിന് നേരെ വലിച്ചെറിയുകയായിരുന്നു. രൂക്ഷമായ കല്ലേറിൽ പോലീസുകാർക്കും മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റു. ഇതോടെ അക്രമികളെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി. ഇതിനിടെ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്ന CJPയുടെ ആരോപണം പൊളിച്ച് രാജ്യസഭാ കക്ഷി നേതാവും ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡ രംഗത്തു വന്നു. അദ്ദേഹം സമരക്കാരെ കണ്ടു. 3 ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകി. പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. എന്നിട്ടും പ്രതിഷേധക്കാർ റാഫി മാർഗിലേക്ക് എത്തി. ബാരിക്കേഡുകൾ തകർത്തു. പോലീസിനും CRPFനും നേരെ ഹെൽമറ്റും ബാഗും ചെരുപ്പും കല്ലും തുടങ്ങി കയ്യിൽ കിട്ടിയതെല്ലാം അവർ വലിച്ചെറിഞ്ഞു. പോലീസിന് നേരെ കുരുമുളക് സ്പ്രേ അടിച്ചു. ലാത്തി പിടിച്ചു വാങ്ങി കോൺഗ്രസ് മുൻ മന്ത്രി രേണുക ചൗധരിയും റാഫി മാർഗിലെ അക്രമങ്ങൾക്ക് ഒത്താശയേകി. ബാരിക്കേഡുകൾ വ്യാപകമായി മറച്ചിട്ട് പോലീസിന് നേരെ തിരിഞ്ഞതോടെ നിരവധി തവണ കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ടി വന്നു. കലാപം ലക്ഷ്യമിട്ടുള്ള വ്യാപക അക്രമത്തിലേക്ക് സമരക്കാർ നീങ്ങിയതോടെ ജന്തർ മന്ദറിലെ സമരപ്പന്തൽ പൂർണ്ണമായും പോലീസ് പൊളിച്ചു നീക്കി. പ്രതിഷേധം മുൻനിർത്തി പലയിടത്തും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ജൻപഥ്, രാജീവ് ചൗക്ക്, പട്ടേൽ ചൗക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സേവാതീർത്ത് എന്നിവിടങ്ങളിലെ മെട്രോ ഗേറ്റും അടച്ചിട്ടിരുന്നു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി നഗരത്തിൽ ഇന്റർനെറ്റ് നിയന്ത്രണവും ഏർപ്പെടുത്തി. 6 മണിക്കൂറുകളോളം നീണ്ട കലാപ നീക്കം നടക്കാതെ വന്നതോടെ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയും സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ജന്തർ മന്ദറിൽ മറ്റൊരിടത്ത് സമരം തുടരുകയാണ്. അക്രമികൾ നഗരത്തിന്റെ പലയിടങ്ങളിലായി തമ്പടിച്ചിട്ടുള്ളതിനാൽ ദില്ലിയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. CJPയുടെ നിയന്ത്രണം മറ്റാരൊക്കെയോ പിടിച്ചെടുക്കുന്നതായിട്ട് സംശയം ഉയരുന്നുണ്ട്. സമരം നിർത്തിയെന്ന് പറഞ്ഞ് ചില CJP നേതാക്കൾ പിൻവാങ്ങിയെങ്കിലും മറ്റു ചിലർ വീണ്ടും ജന്തർ മന്ദറിൽ തിങ്കളാഴ്ച രാത്രി എത്തി സമരം തുടരുകയാണ്. CJP സമരത്തിന്റെ പേരിൽ ഒരുതരം അരാജകത്വമാണ് നടമാടുന്നത്. മാത്രമല്ല, CPM, കോൺഗ്രസ്, ആം ആദ്മി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ പ്രവർത്തകരും ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ജിഹാദി സംഘങ്ങളും നുഴഞ്ഞുകയറ്റം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പോലീസ് പൊളിച്ചു നീക്കിയ പന്തൽ വീണ്ടും കെട്ടിയാണ് ഇവരുടെ സമരം. രാവിലെ പാർലമെന്റിലേക്ക് സമരം നടത്തിയ CJP പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ചെയ്തു. കാരണം അനുമതി വാങ്ങാതെയായിരുന്നു ഇവരുടെ സമരം. പാർലമെന്റ് മാർച്ച് പാടില്ലെന്ന് പോലീസ് അറിയിച്ചിട്ടും ഇവർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു ഇന്നലെ. ഇതിനിടെ സമരത്തിൽ ചില സാമൂഹ്യ വിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറിയിരുന്നു. ഇവർ പലയിടത്തും പോലീസിന് നേരെ കല്ലെറിയാൻ ചാക്കിൽ കല്ല് കൊണ്ടുവന്നിരുന്നു. ഒരു ട്രക്കിലും സമരക്കാർ കല്ലെത്തിച്ചിരുന്നു. എന്തായാലും പോലീസ് കുറെ പേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മാറാത്തവരെ ലാത്തിചാർജ് ചെയ്തു. കണ്ണീർ വാതകവും പ്രയോഗിച്ചു. ഏതാനും വിദ്യാർത്ഥികൾക്ക് പരിക്കുണ്ട്. സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചിട്ടുണ്ട്.
താനും നിരാഹാരം നിർത്തിയതായി അഭിജിത്ത് ദേവ്കെ ഇന്നലെ അറിയിച്ചിരുന്നു. അതിനിടയിലാണ് വീണ്ടും ചിലർ സമരപ്പന്തൽ കെട്ടി സമരം തുടരുന്നത്. ഇന്നലെ രാജ്യതലസ്ഥാനത്ത് CJP സംഘടിപ്പിച്ച പാർലമെന്റ് മാർച്ചിലുണ്ടായ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളും പൊതുസ്വത്തുക്കൾക്ക് നാശനഷ്ടങ്ങളും സംബന്ധിച്ച് ദില്ലി പോലീസ് ഒരു പ്രധാന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. പ്രതിഷേധത്തിനിടെ കസ്റ്റഡിയിലെടുത്ത കലാപകാരികൾ വിദ്യാർത്ഥികളല്ലെന്ന് ദില്ലി പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ വ്യക്തിവിവരങ്ങളും ഐഡന്റിറ്റികളും പോലീസ് നിലവിൽ പരിശോധിച്ചു വരികയാണ്. പൊതുമുതൽ നശിപ്പിച്ചതിന് FIR രജിസ്റ്റർ ചെയ്യും. ഈ വിഷയത്തിൽ ദില്ലി പോലീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ നൽകിക്കൊണ്ട് അശാന്തിയും അക്രമവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത വ്യക്തികൾ വിദ്യാർത്ഥികളല്ലെന്ന് പറഞ്ഞു. പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷങ്ങൾ, പോലീസ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്, പൊതുസ്വത്ത് നശിപ്പിച്ചത് എന്നിവ സംബന്ധിച്ച് ഉചിതമായ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്യുന്ന പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾക്ക് പിന്നിലെ ലക്ഷ്യത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ബാഹ്യ ഘടകങ്ങളുടെ ഗൂഢാലോചനയുടെ സാധ്യതയും അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞു. പ്രതിഷേധത്തിൽ സാമൂഹിക വിരുദ്ധർ മനഃപൂർവ്വം ഉൾപ്പെട്ടിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. അക്രമത്തിൽ ഉൾപ്പെട്ട സാമൂഹ്യ വിരുദ്ധരെ തിരിച്ചറിയുന്നതിനായിട്ട് പ്രത്യേക പോലീസ് സംഘങ്ങൾ വീഡിയോ ദൃശ്യങ്ങൾ, CCTV റെക്കോർഡിംഗുകൾ, മറ്റ് ഡിജിറ്റൽ തെളിവുകൾ എന്നിവ പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ സംഭവങ്ങളുടെ യഥാർത്ഥ ക്രമം മനസ്സിലാക്കാൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകളും പരിശോധിച്ചു വരികയാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയോ സർക്കാർ വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയോ പൊതുസ്വത്ത് നശിപ്പിക്കുകയോ ചെയ്യുന്ന ആരെയും കണ്ടെത്തിയാൽ ഗുരുതരമായ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കർശനമായി പറഞ്ഞു. അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ അറസ്റ്റുകൾ സാധ്യമാണെന്നും പോലീസ് അറിയിച്ചു. ക്രമസമാധാന പാലനത്തിന്റെ താൽപര്യാർത്ഥം മാത്രമാണ് കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ നടത്തുന്ന പ്രതിഷേധങ്ങളുടെ റെക്കോർഡിംഗ് നടത്തുന്നതെന്ന് ദില്ലി പോലീസ് കോടതിയെ അറിയിച്ചു. പോലീസ് നിരീക്ഷണം ചോദ്യം ചെയ്ത് CPM നേതാവ് ഐഷി ഘോഷ് ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ചില പ്രതിഷേധങ്ങൾ എപ്പോഴും റെക്കോർഡ് ചെയ്യപ്പെടാറുണ്ട്. ഇത് പോലീസിന്റെ ക്രമസമാധാന പാലനത്തിന് മാത്രമുള്ളതാണ്. ഒരു ഒളിഞ്ഞു നോട്ടവുമല്ല, നിരീക്ഷണവുമില്ല. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. പ്രതിഷേധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഏതെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് കോടതി പോലീസിന്റെ പ്രതികരണം തേടിയിരിക്കുകയാണ്. കേസിൽ നാളെ കൂടുതൽ വാദം കേൾക്കും. നിരോധനം ലംഘിച്ച് പാർട്ടി നടത്തിയ സമരത്തിൽ പാർലമെന്റ് കത്തിക്കുമെന്ന് ഭീഷണി ഉയർന്നു. പ്രതിഷേധത്തിനിടെ അവർ പാർലമെന്റ് കെട്ടിടത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുക മാത്രമല്ല, ബാരിക്കേഡുകൾ തകർക്കാനും പോലീസുമായി ഏറ്റുമുട്ടാനും ഇന്നലെ ശ്രമിച്ചു. പാർലമെന്റ് സമുച്ചയത്തിലേക്ക് കടക്കാനുള്ള നീക്കം പ്രതിഷേധക്കാർ മുൻകൂട്ടി ആസൂത്രണം ചെയ്തിരുന്നു. കേന്ദ്രത്തിലെ മോദി സർക്കാരിന് താഴെ ഇറക്കാനുള്ള ആഹ്വാനമുണ്ടായി. പ്രകടനത്തിനിടെ ആസാദി ടീമുകൾ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിൽ പ്രതിഷേധക്കാർ പോലീസ് സേനയ്ക്ക് നേരെ കല്ലെറിയുന്നത് വ്യക്തമായിട്ട് കാണാം. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ സമരക്കാർ കൂട്ടത്തോടെ ആക്രമിച്ചതോടെ പോലീസ് ലാത്തിചാർജ് നടത്തുകയായിരുന്നു. ലാത്തിചാർജിനിടെ ഒരു യുവാവ് പോലീസിന് മുന്നിൽ നിന്നു എന്നെ അടിക്കൂ, കൊല്ലൂ എന്നൊക്കെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. അല്പനേരം നോക്കി നിന്ന റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പാറ്റയ്ക്ക് കണക്കിന് കൊടുക്കുകയും ചെയ്തു. കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ ചലോ സൻസദ് മാർച്ചിൽ പങ്കെടുത്തവരെ പിരിച്ചുവിടാൻ സുരക്ഷാ സേന ശ്രമിച്ചതിനെ തുടർന്ന് പ്രതിഷേധക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ നിരവധി ദില്ലി പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു. മൺസൂൺ സമ്മേളനത്തിനിടെ നിയന്ത്രണങ്ങൾ ലംഘിച്ച് പ്രതിഷേധക്കാർ പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് പാർലമെന്റിലേക്ക് നീങ്ങാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിയുകയായിരുന്നു. ഇതേ തുടർന്ന് ക്രമസമാധാന ചുമതലകൾക്കായി വിന്യസിച്ചിരുന്ന നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കും അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും പരിക്കേറ്റു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനും പ്രകടനക്കാർ കൂടുതൽ മുന്നോട്ട് പോകുന്നത് തടയാനും സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ണീർ വാതകവും നേരിയ ബലപ്രയോഗവും നടത്തി. ഓപ്പറേഷനിൽ നിരവധി പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്തു. എന്നിരുന്നാലും പങ്കെടുക്കുന്നവർക്കെതിരെ പോലീസ് അമിതമായി ബലപ്രയോഗം നടത്തിയതായിട്ടും സമാധാനപരമായ പ്രകടനക്കാരെ അധികൃതർ ആക്രമിച്ചതായും CJP നേതാക്കൾ ആരോപിക്കുന്നു. സംഘർഷത്തെ തുടർന്ന് മധ്യ ദില്ലിയിലുടനീളം സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ബാരിക്കേഡുകൾ നിരത്തിയും ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും പാർലമെന്റിനും സമീപത്തെ സർക്കാർ കെട്ടിടങ്ങൾക്കും ചുറ്റും പോലീസ് വിന്യാസം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അധികാരികൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ഇപ്പോൾ ദില്ലിയിലെ ഈ പ്രതിഷേധം സാധാരണ വിദ്യാർത്ഥി സമരമായിരുന്നോ അതോ രാജ്യതലസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ട വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രതിഷേധത്തിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധരും വിഘടനവാദികളും കടന്നുകയറിയെന്ന ആരോപണങ്ങൾ സത്യമാണോ എന്നത് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ. എന്നാൽ സംഭവത്തിന് പിന്നിലെ എല്ലാ വസ്തുതകളും പുറത്തുവരുന്നതുവരെ ഈ വിവാദം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി തുടരുക തന്നെ ചെയ്യും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ
ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.